അപ്പോൾ ഗായ്സ്, നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഈ മുമ്പിൽ കാണുന്ന ഈ അരയാലിൻ കൂട്ടങ്ങളുടെ നടുവിൽ ഒരു അമ്പലമുണ്ട്. പക്ഷേ നമ്മൾ അവിടെ നിർത്തിയില്ല. നമ്മൾ ഇനി നാട്ടിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. കർണാടകയിലെ മനോഹരമായ ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഇപ്പോഴും ഈ ഗ്രാമീണ പാതയൊന്നും മെറ്റൽ ചെയ്തിട്ടില്ല. റോഡിന് ഇരുവശത്തും പലതരം കൃഷികൾ കാണാം. മെറ്റൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ വണ്ടി കുലുങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രണ്ട് ഭാഗത്തുമുള്ള ഈ കൃഷിയിടങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും. 2-3 ദിവസങ്ങളായല്ലോ ഈ യാത്ര തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥതയും ക്ഷീണവും എല്ലാവരുടെയും കണ്ണുകളിൽ കാണാം. പക്ഷേ ഈ പ്രകൃതി ഭംഗിയൊക്കെ നമ്മളെ ഒന്ന് ഉഷാറാക്കും. ഒരു ഭാഗത്ത് മനോഹരമായ മലനിരകൾ. ബന്ദിപ്പൂർ ഫോറസ്റ്റ് കാണാനാണ് വന്നത്. ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 800 കിലോമീറ്റർ വിസ്തൃതിയിൽ ഇത് തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളുമായി ചേർന്ന് കിടക്കുന്നു. 1973 ബന്ദിപ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഗുണ്ടൽപേട്ടിലെ വയലുകൾ നമ്മളെ സന്തോഷം കൊണ്ട് പുളകിതരാക്കും. ഇപ്പോൾ നമ്മൾ ഗോപാൽ സ്വാമി ഹിൽസിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളൊക്കെ കണ്ട് മടങ്ങുകയാണ്. കേരളത്തിൻ്റെ ബോർഡറായ വയനാട് കഴിഞ്ഞ് പിന്നെ ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണും മനസ്സും അങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. കാരണം രണ്ട് ഭാഗത്തും കൃഷിയിടങ്ങളാണ്. പൂക്കളും വിവിധ തരം ധാന്യങ്ങളും വാഴകളും എന്ന് വേണ്ട ഒരു രാജ്യത്ത് എന്തെല്ലാം ഉൽപ്പാദിക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ കൃഷി ചെയ്യുന്നു. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും പണിയെടുക്കുന്നത് കാണാം. കണ്ണെത്താ ദൂരത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ കൃഷിഭൂമികൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം നമുക്ക് കേരളത്തിൽ ഇങ്ങനെയുള്ള വിശാലമായ കൃഷിയിടങ്ങൾ ഇല്ല. ചില സ്ഥലത്ത്, അതായത് പാലക്കാട് എത്തിയാൽ നമുക്ക് നെൽവയലുകൾ ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സ്വാഗതം പറയാൻ ഞാൻ മറന്നുപോയി. ഈ യാത്രയിലായതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. പിന്നെ കമൻ്റ് ഇടുകയും വേണം. ഒരു രാജ്യത്തിൻ്റെ സമ്പന്നതയുടെ പ്രതീകമാണ് കൃഷിയിടങ്ങൾ. പക്ഷേ ഇവിടുത്തെ കൃഷിക്കാർ സന്തുഷ്ടരാണോ അറിയില്ല. നമ്മളെയൊക്കെ ഊട്ടി വയറ് നിറച്ച് സന്തോഷിപ്പിക്കുന്ന ഈ കൃഷിക്കാർ സത്യത്തിൽ നമ്മൾ അറിയപ്പെടുന്ന പോലെ വെറും കടക്കെണിയിലാണോ ജീവിക്കുന്നത്? എന്തായാലും കർണാടകയിലെ കാര്യങ്ങൾ അറിയില്ല. കേരളത്തിൽ ഇപ്പോഴും കർഷകർ കടക്കെണിയിലാണ്. അവർക്ക് നല്ലൊരു വീട് പോലും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. കൃഷിക്കാരന് എന്നും കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കൃഷിഭൂമിയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ആകെ ഒരു വരുമാനവുമില്ല. അത്രയും ഭീകരമാണ് ഇന്ത്യയിലെ കർഷക തൊഴിലാളികളുടെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ടൗണിലെത്തി. തരക്കേടില്ലാത്ത വീടുകളൊക്കെ കാണാം. സ്ത്രീകളൊക്കെ പുറത്തിരുന്ന് എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരെ അല്ല.
ഇത് കർണാടകയിലെ കൃഷിക്കാരുടെ ഭവനങ്ങളായിരിക്കാം. കുഴപ്പമില്ലാത്ത വീടുകൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൃഷിയിടങ്ങളുടെ അടുത്തൊന്നും വീടുകൾ കാണാനില്ല. ഇങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. പല കളറിലുള്ള പെയിൻ്റ് അടിച്ച കുഞ്ഞു കുഞ്ഞു വീടുകൾ. പിന്നെ സാധാരണയായി നമ്മൾ കാണുന്ന പോലെ ഈ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ കാണാം ഈ വീടുകളുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ. ടൗൺ എത്തുന്നത് വരെ നമുക്ക് ഈ കർണാടകയിലെ ഭവനങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യമായി ഒരു ബസ് കാണുകയാണ്. ഈ ഗ്രാമങ്ങളിൽ വല്ലപ്പോഴും ഓടുന്ന ആ ഒരു ബസ്സായിരിക്കാം. ഇവിടെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം. പൊതുവെ അത്രയധികം ബസ്സുകളൊന്നും ഓടാത്ത റൂട്ടായിരിക്കാം. ആളുകളൊക്കെ നടന്നാണ് പോകുന്നത് കാണുന്നത്. പിന്നെ ഇടയ്ക്ക് ഓരോ ടാക്സികളും കാണാം. ഈ റോഡിലൂടെ കുറച്ച് ദൂരം പോയപ്പോൾ ഈ റോഡ് സൈഡിൽ മാങ്ങയൊക്കെ വെച്ച് വിൽക്കുന്ന കുറച്ച് വിൽപ്പനക്കാരെ കണ്ടു. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി അവിടുന്ന് കുറച്ച് മാങ്ങകളൊക്കെ വാങ്ങി. ഇവിടുത്തെ മാങ്ങയുടെ പേരെന്തോ ബങ്കരപ്പള്ളി മല്ലിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാങ്ങകളാണ്. ഇപ്പോൾ 1 കിലോ അല്ല 100 രൂപക്ക് 3 കിലോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി അവിടെ നിർത്തി കുറച്ച് മാങ്ങകളൊക്കെ വാങ്ങി. പച്ചക്കറിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. കർണാടകയിലെ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് ഇപ്പോൾ നമ്മൾ കാടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ എവിടെയും പോകാനില്ല, നേരെ നാട്ടിലേക്ക് പിടിക്കുകയാണ്. കുറേ ദിവസത്തെ യാത്രയുടെ ഒരു ക്ഷീണമൊക്കെ എല്ലാവർക്കുമുണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഈ കർണാടകയിലെ ഈ ഗ്രാമീണത കാണിച്ചു തന്നത് ഒരുപക്ഷെ നമ്മൾ ഇനി ഇങ്ങോട്ടൊന്നും വന്നില്ലെങ്കിലോ, അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഒരു ഓർമ്മയിൽ ഈ വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ചെറിയതായി മഴ പെയ്യുന്നുണ്ട്. കാടുകളിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചാറ്റൽ മഴയുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഈ മഴയുള്ളത് കൊണ്ട് തന്നെ ഇവരൊന്നും പുറത്തിറങ്ങില്ല. പക്ഷേ ഇനി ഭയങ്കരമായ കാടുകളൊന്നും അല്ല. നമ്മുടെ മാൻകൂട്ടങ്ങളെയോ കുരങ്ങന്മാരെയൊക്കെയോ വഴിയിൽ കണ്ടാലായി. ഈ കാടുകൾ കർണാടകയും കേരളവും തമിഴ്നാടും ഒക്കെ പങ്കിടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് കേരളത്തിൻ്റെ കാടുകൾ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ചെക്ക് പോസ്റ്റിലെത്തിയാൽ കേരളത്തിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ മനസ്സിലാകാം. ഇപ്പോൾ നമ്മൾ കർണാടകയുടെ കാടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എത്രയോ കിലോമീറ്ററുകൾ കാടുകളാണ് ഈ ഭാഗത്ത്. ഇപ്പോൾ കർണാടകയുടെ ബോർഡർ എത്തി. ഇവിടെ മേലെ ഒരു ബോർഡ് കാണുന്നില്ലേ, വിസിറ്റ് അഗെയിൻ എന്ന് കർണാടകയുടെ ബോർഡാണിത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ചവിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രൊസീജിയറുണ്ട്. വണ്ടി തൽക്കാലം നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മനോഹരമായ കാടുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ HP ഗ്യാസിൻ്റെ ഒരു വണ്ടി നമ്മളെ കടന്നുപോയി. പിന്നെ മുമ്പിൽ മനോഹരമായ മുത്തങ്ങ കാടുകളാണ്.
അതിസുന്ദരമായ കാടുകളാണ് മുത്തങ്ങ. മുത്തങ്ങയും ബന്ദിപ്പൂർ ഫോറസ്റ്റും വളരെ തൊട്ടാണ്. അതുകൊണ്ട് കാടുകളിലുള്ള വന്യമൃഗങ്ങളും ഒക്കെ ഏത് സമയത്ത് ഈ റോഡിലൂടെ കാണാം. ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മാനുകളുണ്ട്, ആനകളുണ്ട് എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ എന്തായാലും നമ്മൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ മനോഹരമായ കാടുകളിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു സുഖകരമായ അനുഭവമാണ്. തൊട്ടടുത്തൂടെയാണ് കബിനി നദി ഒഴുകുന്നത്. വയനാടിൻ്റെ സ്വന്തം നദിയാണ് കബിനി നദി. വയനാട് എത്ര വന്നാലും നമുക്ക് മതിയാവില്ല. അതായത് ഒരു സ്വർഗഭൂമി എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സ്വർഗത്ത് ചില പ്രശ്നങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം 2024 ജൂലൈയിൽ ഉണ്ടായ അതിഭയങ്കരമായ പ്രളയവും ഉരുൾപൊട്ടലും ഒരുപാട് ജീവൻ അപഹരിക്കുകയുണ്ടായി. ഇപ്പോഴും അവിടെയുള്ള ആളുകൾ ആ ദുരന്തത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. കേരള സംസ്ഥാനത്തിലെ 12ാം ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയിലെ ആസ്ഥാനം. 1980 നവംബർ 1 വയനാട് രൂപം കൊണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് ജില്ല നിലകൊള്ളുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുന്നു. ഭൂവിഭാഗത്തിൻ്റെ 38% വനമാണ്. വയനാട് ഒരു വാസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടം സന്ദർശിക്കാനെത്തുന്ന ടൂറിസ്റ്റുകാർ നേരത്തെ പ്ലാൻ ചെയ്യണം. മഴക്കാലം വയനാട് സന്ദർശിക്കാൻ ഏറ്റവും സുഖമാണ്. പക്ഷേ ലോലമായ പ്രദേശങ്ങളാണ് ഇവിടെയുള്ള മിക്കതും. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലുകളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. കുറച്ച് വർഷം മുമ്പ് ചില മലകൾ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണക്കിലെടുത്ത് വേണം ഈ വയനാട് സന്ദർശിക്കാൻ. വയനാട് മുത്തങ്ങയിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അവിടെ വേണമെങ്കിൽ പോകാം. പക്ഷേ എല്ലാവരുടെ അഭിപ്രായം എടുത്തപ്പോൾ 2 അഭിപ്രായം ഉണ്ടായി. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സ്ഥലം സുരക്ഷിതമായ സ്ഥലമാണ്. പിന്നെന്താ, കാടല്ലേ, മൃഗങ്ങളുടെയൊക്കെ ആക്രമണം രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇവിടെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അടുത്തെത്താൻ ആയിരിക്കുന്നു. ഇപ്പോൾ സമയം ഒരുപാടായിരിക്കുന്നു. ഇനി നാട്ടിലെത്താൻ വീണ്ടും വൈകുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായി. എന്നാലും നമ്മൾ ഇനി ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും മുത്തങ്ങയിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടി സന്ദർശിച്ച് തിരിച്ചു പോകാം എന്നായി. അതുകൊണ്ട് നമ്മൾ അവിടെ എത്താൻ എല്ലാവരും ഒരുമിച്ച് പ്ലാൻ ഇട്ടു. ഇപ്പോൾ എല്ലാവർക്കും കേരളത്തിലെത്തിയപ്പോഴുണ്ടായ സന്തോഷം വേറെ തന്നെ. എല്ലാവരും ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുമല്ലോ എന്നൊരു സന്തോഷവും ഉണ്ടായിരുന്നു. കാരണം 2 ദിവസത്തെ യാത്ര എല്ലാവരെയും നല്ലോണം ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഉറങ്ങിയവർക്കൊക്കെ ഇപ്പോൾ ഒരു ഉഷാറ് വന്നു. അവർക്കൊക്കെ ഉറക്കമൊക്കെ വിട്ട് എല്ലാവരും വളരെ ആക്റ്റീവായി ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി സ്വന്തം വീടുകളിൽ എത്താമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും വീട് വിട്ട് കുറച്ച് കാലം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ നമ്മൾ അവസാനം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ എത്തി. അവിടെ വണ്ടി നിർത്തണോ
ഇനി അവിടെ വിസിറ്റ് ചെയ്യണോ ഒക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. തൊട്ടടുത്തൊരു ബോർഡ് കണ്ടു, ഭാഗ്യമുണ്ടെങ്കിലേ നിങ്ങൾക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റൂ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ അവിടെ സന്ദർശിക്കാതെ, ബന്ദിപ്പൂരിൽ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ മൃഗങ്ങളെയും ടൈഗറിനെയും ഒന്നും കണ്ടില്ല. എന്തായാലും ഭാഗ്യപരീക്ഷണങ്ങൾക്കൊന്നും നിന്നില്ല. മാത്രമല്ല സമയം സന്ധ്യയോടടുക്കുകയാണ്. ഇനി നിന്നാൽ രാത്രിയാവും. കോഴിക്കോട് നിന്ന് വന്ന നമ്മുടെ മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് വളരെ സ്പീഡിൽ ഓടി. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. അതുവരെ ഗുഡ് ബൈ.